എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ആരോഗ്യത്തിനുള്ള രഹസ്യം ആണ്. നിങ്ങൾക്ക് പനിയോ ജലദോഷമോ ഒന്നും പിടിക്കില്ല. പിടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചാലല്ലാതെ. പിടിക്കും എന്ന് ചിന്തിക്കുമ്പോൾ ആ ചിന്തയിലൂടെ നിങ്ങൾ അതിനെ ക്ഷണിച്ചു വരുത്തും. മറ്റുള്ളവർ അവരുടെ രോഗത്തെപ്പറ്റി വർണ്ണിക്കുന്നത് ശ്രദ്ധിക്കാൻ നിന്നാലും മതി, നിങ്ങൾക്ക് രോഗത്തെ ക്ഷണിച്ചു വരുത്താൻ കഴിയും. അവർ പറയുന്നത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് മുഴുവനും ആ രോഗത്തിൽ കേന്ദ്രീകരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് മുഴുവനും എന്തിലെങ്കിലും കേന്ദ്രീകരിച്ചാൽ അതിനെ നിങ്ങൾ ചോദിച്ചു വാങ്ങുന്നത് പോലെയാണ്. അതുകൊണ്ട് അവർക്ക് ഒരു ഉപകാരവുമില്ല. അവരുടെ രോഗത്തിൻ്റെ തീവ്രത കൂടുകയേ ഉള്ളൂ. ശരിക്കും നിങ്ങൾക്ക് അവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല കാര്യത്തിലേക്ക് സംഭാഷണം തിരിച്ചുവിടുക, അല്ലെങ്കിൽ സ്ഥലം വിടുക. പോകുന്ന പോക്കിൽ അയാൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കാണുന്നതായി മനസ്സിൽ ഉറച്ചു ചിന്തിക്കുക. അത്രമാത്രം മതി. ലിസ നിക്കോൾസ് പറയുന്നു, ഒരേ വിധത്തിൽ രോഗം ബാധിച്ച 2 ആളുകൾ ഉണ്ടെന്ന് വയ്ക്കുക. അതിലൊരാൾ ജീവിതത്തിലെ സന്തോഷങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കുന്നു. നല്ല സാധ്യതകളുടെയും പ്രത്യാശയുടെയും വഴി തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് സന്തോഷഭരിതനായി കൃതജ്ഞതയോടെ ജീവിക്കാനുള്ള അനേകം കാരണങ്ങൾ കണ്ടെത്തി അതിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്നു. അതേ രോഗാവസ്ഥയിലുള്ള രണ്ടാമത്തെ വ്യക്തി തനിക്കു ബാധിച്ച രോഗത്തിൽ, വേദനയിൽ, സ്വന്തം ദുർഗതിയിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്നു. ബോബ് ഡോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരാൾ തൻ്റെ പ്രശ്നത്തിൽ, രോഗലക്ഷണങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ അയാൾ ആ അവസ്ഥയെ സ്ഥിരമായി നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അയാളുടെ ചിന്ത ഞാൻ രോഗിയാണ് എന്നതിൽ നിന്ന് ഞാൻ ആരോഗ്യവാനാണ് എന്നതിലേക്ക് മാറാത്തിടത്തോളം അയാളുടെ രോഗം ഭേദമാവില്ല. അതാണ് ആകർഷണ നിയമം. ഓരോ അസുഖകരമായ ചിന്തയും നമ്മുടെ ശരീരത്തിലേക്ക് നാം കടത്തിവിടുന്ന ദോഷകരമായ സംഗതിയായി മാറും എന്ന് എപ്പോഴും ഓർക്കുക. പ്രെൻറ്റിസ് മാൽഫോർഡിൻ്റെ വാക്കുകളാണിത്. ഡോക്ടർ ജോൺ ഹെഗ്ലിൻ പറയുന്നത് ഇങ്ങനെയാണ്: സന്തോഷം നിറഞ്ഞ ചിന്തകൾ തീർച്ചയായും സന്തോഷത്തിൻ്റെ രസതന്ത്രമായി പരിണമിക്കും. ശരീരം സന്തോഷവും ആരോഗ്യവുമുള്ളതായി മാറും. നിഷേധ ചിന്തകളും പിരിമുറുക്കവും ശരീരം ജീർണിക്കുന്നതിനും തലച്ചോറിൻ്റെ പ്രവർത്തനം മോശമാകുന്നതിനും കാരണമാകും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ചിന്തകളും വികാരസ്തോഭങ്ങളും നിരന്തരമായി സംയോജിച്ച് പുനഃക്രമീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ശരീരം പുനഃസൃഷ്ടിക്കപ്പെടുന്നത്. നിങ്ങൾ സ്വന്തം ശരീരത്തെ രൂപപ്പെടുത്തി വച്ചിരിക്കുന്നത് എങ്ങനെയായിരുന്നാലും പ്രശ്നമല്ല, നിങ്ങൾക്കത് മാറ്റാൻ കഴിയും. സന്തോഷമുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. സന്തോഷം മനസ്സിൽ ഉൾക്കൊള്ളാൻ തുടങ്ങുക. സന്തോഷം എന്നത് മനസ്സിൽ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. ഇന്നത്തെ വായന ഞാനിവിടെ നിർത്തുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരണേ. താങ്ക്